പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവമക്കളെ, പിശാചെന്ന് പറയുന്നവൻ ഒരു ഡിഫീറ്റഡ് ഫോ, തോറ്റ ശത്രുവ. അവൻ യേശു കർത്താവിൻ്റെ കാൽ കീഴെ ആയവനാണ്. പ്രൈസ് ഗാഡ്. ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമല്ലേ? അപ്പോൾ നോർത്തെ, നമ്മുടെയും കാലിൻ്റെ അടിയിലാണ് ഈ ഡെവിളെന്ന് പറയുന്ന, ഈ സാത്താനെന്ന് പറയുന്ന പിശാച്. അതുകൊണ്ട് ഈ ഡെവിളിന് നാം നമ്മുടെ വാക്കുകൊണ്ട് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കരുത്. അതിന് പകരം നമ്മുടെ പെർസ്പെക്റ്റീവ്സ്, നമ്മുടെ കാഴ്ചപ്പാടിനെ നാം റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് പറയണം, ഈ പിശാച് അവന് ശക്തിയില്ലാത്തവനാണ്, അവന് വിലയില്ലാത്തവനാണ്, ഹി ഈസ് വേർതി ഓഫ് നത്തിങ് എന്ന് പറഞ്ഞ് അവനെ ശാസിക്കുവാൻ നമുക്ക് കഴിയണം. ജയിക്കാൻ വേണ്ടി സ്പിരിച്വൽ വാർഫെയറിൽ ദൈവമക്കളെ നാം ഓരോരുത്തരും ഓവർകം ചെയ്യണം. അതിനെനിക്ക് നിനക്കും എൻകറേജ്മെൻറ്റ് ആവശ്യമാണ്, അല്ലേ? പ്രൈസ് ഗാഡ്. ഒരു വിക്ടറി ലാപ്പ് എടുക്കാൻ പറ്റുമോ? എന്നിട്ട് ദൈവവചനം കൊണ്ട് ഈ പിശാചിനെ നമുക്ക് ലജ്ജിപ്പിക്കണം. അതിനുവേണ്ടി ഒരുങ്ങുവാൻ കഴിയുമോ? ഇന്നൽപ്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് 2 കൊരിന്ത്യർ 11 അധ്യായം അതിൻ്റെ 14 വാക്യം, 2 Corinthians chapter 11 verse 14. സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കലും ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ചാടി ഓടി രക്ഷപ്പെടുവാൻ പിശാചിന് സാധ്യമല്ല. അതിനുള്ള കഴിവ് അവന് ഇല്ല. അവന് ഒരു കരുണയും ഡിസേർവ് ചെയ്യാത്ത ശത്രുവാണ്. ഞാൻ പറയും, ഹീ ഈസ് എ വീക്ക് വർത്ത്ലെസ് പൈൽ ഓഫ് ഗാർബേജ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരിക്കലും പിശാചിനെ ഓർത്ത് മനസ്സിൽ ഒന്നും തോന്നരുത്. അവൻ ശത്രുവ, ശരിയാ. അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ഓർത്ത് അവൻ ചുറ്റിത്തിരിയുക. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, ബി ഓഫ് സോബർ സ്പിരിറ്റ്, ബി ഓൺ ദ അലേർട്ട്. നാം ഉണർന്നിരിക്കണം. എപ്പോഴാണ് അവൻ തൻ്റെ തന്ത്രവുമായി നമ്മുടെ അടുത്ത് വരുന്നതെന്ന് നമുക്കറിയത്തില്ല. ഹല്ലേലൂയ. കടിച്ചു കീറാൻ, ചിലരെ കടിച്ചു കീറാൻ, ചിലരെ തോൽപ്പിക്കാൻ വേണ്ടി അവനിങ്ങനെ കറങ്ങി നടക്കുക. അപ്പോൾ സർപ്പൻറ്റിൻ്റെയൊക്കെ ഫോമിലുള്ള ഈ ഡെവിളുണ്ടല്ലോ, താന് ഹൗവായെ ചതിച്ചു. സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചു. ഫ്രൂട്ട് ഓഫ് ടെംപ്റ്റേഷൻ. അപ്പോൾ എന്നെയും നിങ്ങളെ ആണെങ്കിലും നമ്മുടെ ദൃഷ്ടി കർത്താവിൽ നിന്ന് നാം എടുത്തു മാറ്റി അവങ്കിലേക്ക് പതിപ്പിക്കത്തക്കവണ്ണം അവൻ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നമ്മെ ടെംപ്റ്റ് ചെയ്യും. അതുപോലെ ഈ ഡെവിളുണ്ടല്ലോ, ഈ ശത്രുവായ പിശാചുണ്ടല്ലോ, നമ്മുടെയൊക്കെ ചെവികളിൽ വന്നിട്ട് ചില നുണകൾ വിസ്പർ ചെയ്യും. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ വചനവുമായിട്ട് അത് ഒരിക്കലും ചേർന്ന് പോകത്തില്ല. നമ്മളെ രാത്രിയിൽ ചില ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണിപ്പിച്ച്, കാഴ്ചകൾ കാണിപ്പിച്ച് നമ്മെ അവൻ ടോർമെൻ്റ് ചെയ്യും. ഈ ഡെവിളിന് ഡിപ്രഷൻ കൊണ്ടുവന്ന് നമ്മെ ഒപ്രസ് ചെയ്യുവാനായിട്ട് കഴിയും. ദൈവത്തിന് ചില പ്ലാനുകൾ നമ്മെക്കുറിച്ചുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റി തരുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പ്ലാൻ ഇല്ലാതാക്കാൻ വേണ്ടി എന്ത് ചെയ്യുമെന്നറിയാവോ? ചില സാഹസങ്ങളൊക്കെ പിശാച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. എന്നിട്ട് നമ്മളെ തള്ളിയിടുവാൻ, നമ്മെ തെന്നി വീഴിക്കുവാൻ, നമ്മൾ സ്റ്റംബിൾ ചെയ്ത് വീഴുന്ന കാണുവാൻ തക്കോണം പിശാച് ആഗ്രഹിച്ച് നടക്കുക. ഞാൻ പറയട്ടെ, നാം പച്ചയായ മനുഷ്യരാണ്. വി ആർ ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ നമ്മുടെ
ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ പ്രവൃത്തികളിലും നമ്മുടെ റോങ് ഡൂയിങ്സിലും ഒക്കെ വെളിപ്പെട്ട് വരുന്നത് നാം ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാകും. അതിൻ്റെയൊക്കെ സോഴ്സ് സംതിങ് ഈവിള. ഹല്ലേലൂയ. അതെല്ലാം ഉരുവായി വന്നിരിക്കുന്നത് ആ ഒറിജിനൽ ടെംപ്റ്ററിൽ നിന്ന്. ആരാ ഒറിജിനൽ ടെംപ്റ്റർ? ആദ്യം തന്നെ ലോകത്തിൽ പാപം കൊണ്ടുവന്നത് ഹൗവയെ കൊണ്ട് കണ്ണിൻ്റെ മുമ്പിൽ പഴത്തെ കൊണ്ടുവന്ന് അതിൻ്റെ ഗുണഗണങ്ങളെ വിശേഷിപ്പിച്ച് ദൈവം പറഞ്ഞ പ്ലാനിൽ നിന്ന് അവരെ വ്യതിചലിപ്പിച്ച് പാപത്തിന് അർഹരാക്കി ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത് ആരാ? പിശാച അല്ലേ? പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നാം പാപം ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നതിനും അവന് ഒരു മടിയുമില്ല. അവൻ നമ്മെക്കൊണ്ട് ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ സൂത്രത്തിൽ പാപം ചെയ്യിപ്പിച്ച് ഇരിക്കും. എന്നാൽ ചില സമയം നാം പാപം ചെയ്തിട്ട് നമ്മൾ എക്സ്ക്യൂസ് പറയാൻ നോക്കും. ദൈവമക്കളെ, ഒരു എക്സ്ക്യൂസും ഇല്ല കേട്ടോ. യു കാൺ യൂസ് ദ എക്സ്ക്യൂസ് ദ ഡെവിൾ മേഡ് മീ ടു ഡു ഇറ്റ്. അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം നീ നിൻ്റെ ഫ്രീ വില്ലിൽ നീ പോയി ചെയ്തതാ. പക്ഷേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ പ്രിയ ദൈവത്തിലെ എപ്പോഴും റെഡിയായിട്ടിരിക്കുക. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 57-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. 1 Corinthians chapter 15 verse 57. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവവുമായിട്ടുള്ള നമ്മുടെ ആ ബന്ധത്തെ, അതുപോലെ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ആ വ്യൂ പോയിൻറ്റ്സിനെയൊക്കെ അഫക്റ്റ് ചെയ്യത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ നെഗറ്റിവിറ്റി കൊണ്ടുവരും ഡെവിള്. ആ നെഗറ്റീവ് ഫീലിങ് നമ്മളെ അഫക്റ്റ് ചെയ്യത്തക്കവണ്ണം എന്ത് വേണമെങ്കിലും അവൻ ചെയ്ത് അവിടെ കൊണ്ട് നമ്മെ എത്തിക്കും. അനേക സമയത്ത് നാം നമ്മുടെ ചുറ്റും നോക്കിയിട്ട് ചോദിച്ചിട്ടില്ലേ, യേശു കർത്താവേ നീ എവിടാ? ദൈവമേ നീ എവിടാ? ദൈവമേ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ പറ്റുന്നത്? എന്തുകൊണ്ടാണ് നീ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? When the reality is that what you are experiencing is not God's fault. Don't point your finger at God. It's the devil who is masquerading himself as an angel of light, attempting to deceive you into thinking your pain and suffering comes from Jesus. ദൈവമക്കളെ, ഒരിക്കലും നാം അങ്ങനെയായി പോകരുത് കേട്ടോ. നാം വളരെ കരുതലോടുകൂടി ജീവിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതം നമുക്ക് സന്തോഷത്തോടെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ കുറിവാക്യമായിട്ട് ഞാൻ പറഞ്ഞത് 2 കൊരിന്ത്യർ 11:14, സാത്താൻ താനും വെളിച്ച ദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. അറുപ്പാനും മുടിപ്പാനും നശിപ്പിക്കുവാനാവും വരുന്നത്. യോഹന്നാൻ പറയുന്നു, എന്നാൽ നമുക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ജീവനുണ്ടാകുവാനുമായിട്ട് യേശു വരുന്നത്. അതുകൊണ്ട് ഒരു ബ്രീഫ് മൊമെൻറ്റിലേക്കെങ്കിലും നാം ഈ ശത്രുവിനെ നോക്കുവാണെങ്കിൽ, ഒന്ന് ഫോക്കസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഈ ശത്രുവിന് ഒരു ശക്തിയുമില്ല എന്ന്. എന്നാൽ നാം പലപ്പോഴും അതിന് ശക്തി കൊടുക്കുന്നത് നമ്മുടെ വാക്കുകൾ കൊണ്ടാണ്. യേശു കർത്താവിൻ്റെ കാൽ കീഴിൽ തോറ്റു വീണ വ്യക്തിയാണ് ഡെവിള്. അതുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ. യേശു കർത്താവിൻ്റെ കാൽ കീഴിൽ സാത്താൻ എങ്ങനെയായിരിക്കുന്നോ അതുപോലെ നമ്മുടെ കാലിൻ്റെയും കീഴിലാണ് സാത്താൻ. ദ ഡെവിൾ ഈസ് അണ്ടർ യുവർ ഫീറ്റ്. വിശ്വസിക്കണം അത് കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ വാക്കുകൾ നിമിത്തം പിശാച് അങ്ങനെയാണെന്നും ഇങ്ങനെയാണെന്നും ഒന്നും പറയാൻ പോകരുത്. നിൻ്റെ കാഴ്ചപ്പാടിനെ നീ ഷിഫ്റ്റ് ചെയ്യുക. എന്നിട്ട് മനസ്സിലാക്കുക, ഈ ശത്രു ഒരിക്കലും നമ്മുടെ മേൽ ജയം പ്രാപിക്കുകയില്ല എന്ന്. കർത്താവ് ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടിയതാണ്. ഹല്ലേലൂയ. വേർപാടിൻ്റെ നടുച്ചുവർ അവൻ ഇടിച്ചു കളഞ്ഞവനാ. ഈ വലിയ ദൈവം നമ്മുടെ പാപങ്ങളെയും നമ്മുടെ ശാപങ്ങളെയും എല്ലാം ക്രൂശിന്മേൽ വഹിച്ചു നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നു.
ആ യേശുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിപ്പാൻ തക്കണം ദൈവപാദപീഠങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് നമ്മെ അതിനായി സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശത്രുവിനെ നിൻ്റെ പാദപീഠമാക്കോളും. നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. അതേ കർത്താവേ, ഞങ്ങൾ നിന്നോട് ചേർന്നിരിക്കുന്നു. ശത്രു ഞങ്ങളുടെ പാദപീഠയാണ്. ശത്രു ഞങ്ങളുടെ മേൽ ഉയരത്തില്ല. അവൻ ഒരിക്കലും അവൻ്റെ തല ഉയർത്തത്തില്ല. എന്നാൽ ഞങ്ങൾ വിശ്വാസത്തോടെ വിശുദ്ധിയോടെ ദൈവമുഖം കണ്ടുകൊണ്ട് ക്രൂശിന്മേൽ നോക്കി യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം. ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടിയ കർത്താവിനെ സ്തുതിച്ച് വാഴ്ത്തിക്കൊണ്ട് മുന്നേറുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന ഘടനാൽ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്.